നമസ്കാരം. അങ്ങനെ നമ്മുടെ വി ഡി സതീശൻ കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. അടുത്ത 5 വർഷം അദ്ദേഹം വിചാരിച്ചാൽ കേരളത്തിൽ പാലും തേനും ഒന്നും ഒഴുക്കാൻ സാധിക്കില്ല എങ്കിലും കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ നടന്നതുപോലെയുള്ള ധൂർത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും സ്വജന പക്ഷപാതത്തിൻ്റെയും പിൻവാതിൽ നിയമനത്തിൻ്റെയും കടമെടുപ്പിൻ്റെയും അതുപോലെ രക്ഷാപ്രവർത്തനത്തിൻ്റെയും ഒന്നും ഒരു കാലഘട്ടം ആയിരിക്കില്ല ഈ വരാൻ പോകുന്ന 5 വർഷം എന്ന് നമുക്ക് ന്യായമായിട്ടും പ്രതീക്ഷിക്കാം. എങ്കിലും ഈ പാറ്റ പെറ്റുകിടക്കുന്ന ഖജനാവും വെച്ചുകൊണ്ട് വി ഡി സതീശനും അദ്ദേഹത്തിൻ്റെ ടീമിനും എത്രമാത്രം മുന്നോട്ട് കേരളത്തെ നയിക്കാൻ കഴിയും എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. എങ്കിൽ തന്നെയും ഞാൻ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ടീമിനും എല്ലാവിധ ആശംസകളും നേരുകയാണ്. പുതിയ മുഖ്യമന്ത്രിയായ ശ്രീ വി ഡി സതീശൻ്റെ നിയോജക മണ്ഡലമാണ് വടക്കൻ പറവൂർ. അതിന് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് മുനമ്പം. ശ്രീ വി ഡി സതീശൻ്റെ പാർട്ടിയായ കോൺഗ്രസ് 1995 കേന്ദ്രത്തിൽ കൊണ്ടുവന്ന വഖഫ് നിയമം എന്ന കിരാത നിയമം കാരണം മുനമ്പത്തെ 610ഓളം കുടുംബങ്ങൾക്ക് അവരുടെ ഭൂമിയും കിടപ്പാടവും എല്ലാം തന്നെ നഷ്ടപ്പെട്ടു. മിക്കവാറും അവർ എല്ലാവരും തന്നെ ഇപ്പോൾ കുടി ഒഴിപ്പിക്കലിൻ്റെ ഭീഷണിയിലും ആണ്. കഴിഞ്ഞ 2-3 വർഷമായിട്ട് അവർ സമരത്തിലാണ്. അവരുടെ നിരാഹാര സമരം തന്നെ ഏകദേശം 600ഓളം ദിവസം ആകാൻ പോകുന്നു. ശ്രീ വി ഡി സതീശൻ 2024 മുനമ്പത്തെ സമരപ്പന്തൽ സന്ദർശിച്ചിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത് ഈ വഖഫ് നിയമവും മുനമ്പം വിഷയവും തമ്മിൽ യാതൊരു വിധത്തിലും ഉള്ള ബന്ധവും ഇല്ല എന്നാണ്. എന്നാൽ ഞാൻ റൈറ്റ് ടു ഇൻഫർമേഷൻ പ്രകാരം ഒരു അപേക്ഷ വഖഫ് ബോർഡിൽ നൽകിയപ്പോൾ അവർ നൽകിയ മറുപടി പ്രകാരം ഈ വഖഫ് ആക്ടിൻ്റെ സെക്ഷൻ 40 പ്രകാരമാണ് വഖഫ് ബോർഡ് മുനമ്പത്തെ ഒരു വഖഫായി പ്രഖ്യാപിച്ചത്. കൂടാതെ അദ്ദേഹം പറഞ്ഞത് മുനമ്പം ഒരു വഖഫ് ഭൂമി അല്ല എന്നും UDF ആണ് അധികാരത്തിൽ തിരികെ വരുന്നത് എന്നുണ്ടെങ്കിൽ അധികാരത്തിൽ വന്ന് 10 മിനിറ്റിന് അകം തന്നെ അദ്ദേഹം ഈ മുനമ്പം വിഷയത്തിന് ഒരു പരിഹാരം കണ്ടെത്തും എന്നുമാണ്. ഞങ്ങളുടെ നിലപാട് എന്താ? മുനമ്പം വിഷയത്തിൽ ഞങ്ങൾ വ്യക്തമാക്കി. കോൺഗ്രസിന്റെ നിലപാട് അത് വഖഫ് ഭൂമിയല്ല, ദാനം കൊടുത്ത ഭൂമിയാണ്. അതിന്റെ പണം അവർ തിരിച്ചു മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വഖഫ് ബോർഡ് കൂടി ഇടപെട്ട് സംസ്ഥാന ഗവൺമെന്റ് ഇടപെട്ട് അവർക്ക് പെർമനന്റ് ടൈറ്റിൽ കൊടുക്കണം. സംസ്ഥാന ഗവൺമെന്റിന് കഴിയും. ഞാൻ തന്നെ ഒരു കമ്മീഷനും വേണ്ട, 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാന്ന് പറഞ്ഞു. കുറെ പേര് സോഷ്യൽ മീഡിയയിൽ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക. 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാം. ഞാൻ നിങ്ങളെ സാക്ഷിയാക്കി ഈ ദേവാലയ മുറ്റത്ത് നിന്ന് ഞാൻ പറയുന്നു 10 മിനിറ്റ് കൊണ്ട് ഈ വിഷയം പരിഹരിക്കാൻ പറ്റും. നിയമപരമായി ഞങ്ങൾ ഇപ്പോഴും ഒരേ നിലപാടാണ്. 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമാണ്. ഗവൺമെന്റ് അത് വലിച്ചു നീട്ടിക്കൊണ്ടു പോകുന്നത് നല്ലതല്ല. ഞങ്ങൾ മുഖ്യമന്ത്രിയോട് വീണ്ടും അഭ്യർത്ഥിക്കുന്നു. കമ്മീഷനെല്ലാം നിയമിച്ചിട്ടുണ്ട്. ആ കമ്മീഷന്റെ സമയപരിധി ചുരുക്കി എത്രയും പെട്ടെന്ന് അവരുടെ കയ്യിൽ നിന്നൊരു റിപ്പോർട്ട് വാങ്ങിച്ച് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ഗവൺമെന്റ് വിചാരിച്ചാൽ കഴിയും. ഇപ്പോൾ അദ്ദേഹം ആശിച്ചതുപോലെ കേരളം പ്രതീക്ഷിച്ച പോലെ UDF തന്നെ അധികാരത്തിൽ വന്നിരിക്കുന്നു. കൂടാതെ ശ്രീ വി ഡി സതീശൻ തന്നെയാണ് നമ്മുടെ പുതിയ മുഖ്യമന്ത്രി. അതുകൊണ്ട് തന്നെ മുനമ്പം ജനതയ്ക്ക് പ്രതീക്ഷിക്കാൻ വാനോളം വകുപ്പുണ്ട്. BJPയുടെ മഹിളാ മോർച്ച പ്രവർത്തകർ കഴിഞ്ഞ ദിവസം ചെയ്തതുപോലെ ഒരു പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വരുന്നതിന് മുന്നേ തന്നെ അവർ അവരുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ പാലിച്ചില്ല എന്നോ അതല്ല ഈ പുതിയ മന്ത്രിസഭ വന്നതിന് ശേഷം 10 മിനിറ്റിന് അകം തന്നെ ഈ മുനമ്പത്തെ വിഷയം പരിഹരിക്കണമെന്നോ ഞാൻ ആവശ്യപ്പെടുന്നില്ല. എന്നാൽ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, അടുത്ത 10 മാസങ്ങൾക്ക് ഉള്ളിൽ എങ്കിലും ഈ മുനമ്പം വിഷയം ശ്രീ വി ഡി സതീശന് പരിഹരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. അതിനുള്ള ഉത്തരം ഇല്ല എന്ന് തന്നെയാണ്. കാരണം ഇനി അദ്ദേഹം പറയാൻ പോകുന്നത് മുനമ്പം വിഷയം കോടതിയുടെ പരിഗണനയിൽ ആണ് എന്നും അതുകൊണ്ട് തന്നെ സർക്കാരിന് അക്കാര്യത്തിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യാൻ സാധിക്കില്ല എന്നും ആയിരിക്കും. അതുതന്നെയാണ് ഈ രാഷ്ട്രീയക്കാരുടെ ഇരട്ടത്താപ്പ്. പുതിയ സർക്കാരിന് ഇച്ഛാശക്തിയുള്ള പക്ഷം മുനമ്പം വിഷയത്തിന് 10 മിനിറ്റിനുള്ളിൽ തന്നെ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയും. അത് എങ്ങനെയാണ് എന്നാണ് ഞാനിവിടെ വിശദീകരിക്കാൻ പോകുന്നത്. മുനമ്പത്തെ യഥാർത്ഥ പ്രശ്നം എന്താണ്? മുനമ്പത്തെ ജനത കാലാകാലങ്ങളിലായിട്ട് നിയമാനുസരണം അവർ വില കൊടുത്തു വാങ്ങിയ ഭൂമിയിലെ അവരുടെ എല്ലാവിധ റവന്യൂ അവകാശങ്ങളും അവർക്ക് നഷ്ടപ്പെട്ടു. എങ്ങനെ നഷ്ടപ്പെട്ടു? ഏതെങ്കിലും ഒരു കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ അല്ല അവർക്ക് ആ അവകാശങ്ങൾ നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ അവകാശങ്ങൾ മടക്കി നൽകിയാലും അത് യാതൊരു കാരണവശാലും ഒരു കോടതി അലക്ഷ്യം ആകുന്നതും അല്ല. രണ്ടാമതായി, ഏതെങ്കിലും ഒരു അധികാര സ്ഥാനത്തിൻ്റെ നിയമപരമായ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ മുനമ്പത്തിന് അവരുടെ റവന്യൂ അവകാശങ്ങൾ നഷ്ടപ്പെട്ടത്? അതും അല്ല. കാരണം വഖഫ് ബോർഡിനെ ഒരു വസ്തുവിനെ വഖഫായി പ്രഖ്യാപിക്കണം എന്നുണ്ടെങ്കിൽ
2 കടമ്പകൾ ഉണ്ട്. അത് ഈ വഖഫ് ആക്ടിലെ സെക്ഷൻ 4-ലും 5-ലും പറയുന്ന നടപടിക്രമങ്ങൾ ആണ്. അത് പാലിച്ചുകൊണ്ട് മാത്രമേ ഒരു വസ്തുവിനെ വഖഫാക്കി ഡിക്ലെയർ ചെയ്യാൻ പാടുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വളരെ അധികം ഉത്തരവിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളതും ആണ്. അതിൽ ഒന്നാമത്തേതാണ് സെക്ഷൻ 4 പ്രകാരമുള്ള സർവേ, അതുപോലെ തന്നെ 5 പ്രകാരമുള്ള നോട്ടിഫിക്കേഷനും. അപ്പോൾ 4 പ്രകാരം ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്തരത്തിൽ ഒരു തീരുമാനം ഏതൊക്കെ ആൾക്കാരുടെ കാര്യങ്ങളെയാണോ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുള്ളൂ അവർക്ക് ആദ്യം നോട്ടീസ് നൽകണം, എന്നിട്ട് അവരെ കേൾക്കണം. അതിനാണ് ക്വസൈ ജുഡീഷ്യൽ എൻക്വയറി എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ ആ വസ്തുവിൻ്റെ സർവേ നടത്തി അതിൻ്റെ അതിരുകളും മറ്റും നിർണ്ണയിക്കണം. അതിനുശേഷം വഖഫ് ബോർഡ് സമഗ്രമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിലേക്ക് അയക്കണം. അപ്പോഴും ആ വസ്തു വഖഫായി മാറുന്നില്ല. അതിനുശേഷം സർക്കാർ ഈ സെക്ഷൻ 5 പ്രകാരം അക്കാര്യം ഗസറ്റിൽ നോട്ടിഫൈ ചെയ്യും. ആ നിമിഷം മാത്രമാണ് നിയമപരമായി ഒരു വസ്തു വഖഫായി ഡിക്ലെയർ ചെയ്യപ്പെടുന്നത്. എന്നാൽ മുനമ്പത്തിൻ്റെ കാര്യത്തിൽ ഈ വഖഫ് ബോർഡ് ഈ കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇപ്പോഴും മുനമ്പം ഒരു വഖഫ് ഭൂമിയാണ്, സർക്കാരിൻ്റെ ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷനിലും ഇല്ല. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇത്തരത്തിൽ വഖഫ് ബോർഡ് ഒരു വസ്തുവിനെ വഖഫായി പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ ആ ഇര ആക്കപ്പെടുന്ന മനുഷ്യന് പോകാൻ കഴിയുന്ന ഏക സ്ഥലം എന്ന് പറയുന്നത് വഖഫ് ട്രൈബ്യൂണലിൽ ആണ്. എന്നാൽ വഖഫ് ആക്ടിൻ്റെ സെക്ഷൻ 6-ഉം 7-ഉം പ്രകാരം ഗസറ്റിൽ നോട്ടിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ള വസ്തുക്കളെ സംബന്ധിച്ച കേസുമായിട്ട് മാത്രമേ അത്തരത്തിലുള്ള ഇരകൾക്ക് വഖഫ് ട്രൈബ്യൂണലിനെ സമീപിക്കാനും കഴിയൂ. കൂടാതെ ഈ കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞതുപോലെ കഴിഞ്ഞ ജനുവരി മാസം 28-ാം തീയതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു ഉത്തരവ് പാസാക്കി. അതിൽ വളരെ സ്പഷ്ടമായിട്ട് പറയുന്നു, സർക്കാരിൻ്റെ ഗസറ്റ് നോട്ടിഫിക്കേഷനിൽ പെടാത്ത വസ്തുവിനെ സംബന്ധിച്ച യാതൊരു കാര്യങ്ങളും അതിനെ സംബന്ധിക്കുന്ന യാതൊരു കേസുകളും പരിഗണിക്കാൻ ഈ വഖഫ് ട്രൈബ്യൂണലിന് അധികാരമില്ല എന്ന് സുപ്രീം കോടതി എടുത്തു പറഞ്ഞിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ മുനമ്പത്ത് എന്താണ് സംഭവിച്ചത്? ഈ വഖഫ് ബോർഡ് ഈ നടപടിക്രമങ്ങൾ ഒന്നും തന്നെ ചെയ്യാതെ ഈ കമ്പ്യൂട്ടർ എടുത്തു വച്ചിട്ട് ഒരു ഉത്തരവ് ടൈപ്പ് ചെയ്തു, എല്ലാവരും ഒപ്പിട്ടു, പറഞ്ഞു മുനമ്പം ഒരു വഖഫ് ഭൂമി ആണ്. അതിനുശേഷം 13/1/2022 വഖഫ് ബോർഡിൻ്റെ CEO കൊച്ചി തഹസീൽദാർക്ക് ഒരു കത്തയക്കുന്നു. അതായത്, ഞങ്ങൾ വഖഫ് ബോർഡ് മുനമ്പത്തെ ഒരു വഖഫായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ ഈ മുനമ്പം ജനതയുടെ എല്ലാവിധ റവന്യൂ അവകാശങ്ങളും പിടിച്ചെടുക്കണം, എല്ലാ അവകാശങ്ങളും നിഷേധിക്കണം. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ റവന്യൂ വകുപ്പിൽ ഇരുന്ന കോന്തന്മാർ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? അവർ പറയേണ്ടിയിരുന്നത്, ഈ വസ്തുവിനെ സംബന്ധിച്ച് ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഒന്നും തന്നെ ഇല്ല, ഗസറ്റിൽ നോട്ടിഫൈ ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് ആ വസ്തുവിനെ സംബന്ധിച്ച രേഖകളിൽ വേണ്ട മാറ്റം വരുത്താൻ സാധിക്കൂ, മ്യൂട്ടേഷൻ നടപടികളും മറ്റും ചെയ്യാൻ സാധിക്കൂ. അതുകൊണ്ട് നിങ്ങളുടെ കത്തിന് യാതൊരു വിലയുമില്ല എന്ന് പറഞ്ഞിട്ട് അത് മടക്കി ഈ വഖഫ് ബോർഡിൻ്റെ പോക്കറ്റിൽ നിക്ഷേപിക്കേണ്ടതിന് പകരം അവർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കത്തിനെ ഇരുകൈയിൽ നീട്ടി സ്വീകരിക്കുകയും അന്നേ ദിവസം മുതൽ ഈ പാവം മുനമ്പത്തെ ജനങ്ങളുടെ എല്ലാ വിധത്തിലും ഉള്ള റവന്യൂ അവകാശങ്ങൾ നിരോധിക്കുകയും ചെയ്തു. അങ്ങനെ 2022 ജനുവരി മാസം 13-ാം തീയതി മുതൽ ഇന്ന് വരെ എല്ലാ അവകാശങ്ങളും നഷ്ടപ്പെട്ട് ഇപ്പോൾ കുടി ഇറക്കപ്പെടും എന്നുള്ള ഒരു ഭീഷണിയിൽ ആണ് അവർ ജീവിച്ചു വരുന്നത്. എന്നാൽ മുനമ്പത്തിൻ്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്? വഖഫ് ബോർഡ് അവിടുത്തെ ജനങ്ങൾക്ക് നോട്ടീസ് നൽകുകയോ അവരെ കേൾക്കുകയോ ചെയ്തില്ല. ഏതെങ്കിലും രീതിക്കുള്ള ക്വസൈ ജുഡീഷ്യൽ എൻക്വയറി നടത്തിയില്ല, അതുപോലെ തന്നെ വസ്തുവിൻ്റെ സർവേയും നടത്തിയില്ല. യാതൊരു വിധത്തിലുമുള്ള സമഗ്രമായ റിപ്പോർട്ട് തയ്യാറാക്കുകയോ അതിനെ സർക്കാരിലേക്ക് അയക്കുകയോ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ സർക്കാർ ആസ് ഓൺ ടുഡേ ഇതുവരെയും മുനമ്പത്തെ സംബന്ധിക്കുന്ന യാതൊരു രീതിക്കും ഉള്ള ഗസറ്റ് നോട്ടിഫിക്കേഷനും നടത്തിയിട്ടില്ല. അതായത് ഇതുവരെയും മുനമ്പത്തെ വസ്തുവിനെ നിയമപരമായിട്ട് ആരും തന്നെ വഖഫായി പ്രഖ്യാപിച്ചിട്ടില്ല എന്നാണ് അത് അർത്ഥമാക്കുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ്, ആരാണ് ഈ മുനമ്പത്തെ ജനങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പിടിച്ചെടുത്തത്? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവുകൾ അനവധിയാണ്. അതായത് നടപടിക്രമങ്ങൾ പാലിക്കാതെ ഒരു വഖഫ് ബോർഡിനും ആരുടെയും വസ്തുവിനെ വഖഫായി പ്രഖ്യാപിക്കാൻ കഴിയില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ
ആരുടെയും റവന്യൂ അവകാശങ്ങൾ പിടിച്ചെടുക്കാനും കഴിയില്ല. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ 13/1/2022 CEO കൊച്ചിയിലെ തഹസീൽദാർക്ക് ഒരു കത്തെഴുതുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ റവന്യൂ വകുപ്പ് നിയമവിരുദ്ധമായിട്ടാണ് ഈ മുനമ്പം ജനതയുടെ റവന്യൂ അവകാശങ്ങൾ പിടിച്ചെടുത്തത്. അപ്പോൾ മുനമ്പത്തെ ജനങ്ങൾ എന്താണ് ആദ്യം ചെയ്തത്? അവർ ഈ വഖഫ് ട്രൈബ്യൂണലിൽ പോകുന്നതിന് പകരം നേരെ ഹൈക്കോടതിയിൽ പോയി റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തു. അപ്പോൾ ഹൈക്കോടതി തന്നെ അവരോട് പറഞ്ഞു, നിങ്ങൾ വരേണ്ടത് ഇവിടെയല്ല, വഖഫ് ബോർഡ് ഒരു വസ്തുവിനെ വഖഫായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പോകേണ്ടത് വഖഫ് ട്രൈബ്യൂണലിലാണ്, അതുകൊണ്ട് നിങ്ങൾ അവിടേക്ക് പോകൂ എന്ന് പറഞ്ഞ് അവരെയൊക്കെ വഖഫ് ട്രൈബ്യൂണലിലേക്ക് അയക്കുകയാണ് ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പുതിയതായിട്ട് നേരത്തെ വഖഫ് ഫറൂഖ് കോളേജ് അവിടെ ഒരു കേസ് കൊടുത്തിരുന്നു. അതിനുപരിയായിട്ട് ഇപ്പോൾ 4 പുതിയ കേസുകൾ കൂടി മുൻപത്തെ ആൾക്കാർ വഖഫ് ട്രൈബ്യൂണലിന് മുന്നിൽ കൊടുത്തിരിക്കുകയാണ്. ആ കേസുകൾ നടന്നു വരികയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവ് വരുന്നത്. അതായത് ഒരു വസ്തു ഈ ഗസറ്റ് നോട്ടിഫിക്കേഷനിൽ പെട്ടിട്ടില്ല എങ്കിൽ അത്തരം വസ്തുക്കളെ സംബന്ധിച്ച് ഒരു കാര്യവും ഒരു കേസും വഖഫ് ട്രൈബ്യൂണലിന് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. അതിനുള്ള ജുറിസ്ഡിക്ഷൻ വഖഫ് ട്രൈബ്യൂണലിന് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ഇപ്പോൾ മുനമ്പത്തെ ജനത ഈ വഖഫ് ട്രൈബ്യൂണലിന് മുന്നിൽ കൊടുത്തിരിക്കുന്ന കേസുകളൊക്കെ തന്നെ പേരിന് വേണ്ടി കേസാണെങ്കിൽ തന്നെയും അത് ലീഗലി ഒരു കേസല്ല. അതിൽ ഒരുവിധ തീരുമാനവും എടുക്കാൻ ഈ വഖഫ് ട്രൈബ്യൂണലിന് അധികാരമില്ല, അവകാശമില്ല, ജുറിസ്ഡിക്ഷൻ ഇല്ല. അപ്പോൾ പിന്നെ ഈ മുനമ്പത്തെ ജനത എന്താണ് ചെയ്യേണ്ടത്? എന്തുകൊണ്ടാണ് വഖഫ് ട്രൈബ്യൂണലിന് ഈ ജുറിസ്ഡിക്ഷൻ കിട്ടാതെ പോയത്? അതായത് വഖഫ് ബോർഡ് അവർ ചെയ്യേണ്ട നിയമപരമായ രീതിയിൽ അല്ല മുൻപത്തെ വസ്തുവിനെ വഖഫായി പ്രഖ്യാപിച്ചത്. അതിനുപരിയായിട്ട് സിഇഒയുടെ വിലയില്ലാത്ത കത്തിനെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് റവന്യൂ വകുപ്പ് അവരുടെ ഈ റവന്യൂ അവകാശങ്ങൾ നിഷേധിക്കുകയും ചെയ്തു. എന്നാൽ മറ്റൊരു വിരോധാഭാസം എന്ന് പറയുന്നത് ഈ മുനമ്പൻ ജനതയുടെ റവന്യൂ അവകാശങ്ങൾ അനധികൃതമായിട്ട് നിയമവിരുദ്ധമായിട്ട് പിടിച്ചുവച്ച പിണറായി സർക്കാർ തന്നെ ഈ രാമചന്ദ്രൻ കമ്മീഷൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട കേസിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വഖഫ് ബോർഡ് വേണ്ട നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് മുൻപത്തെ ഒരു വഖഫായി പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് അത്തരത്തിൽ ഉള്ള ഒരു പ്രഖ്യാപനം, ആ തീരുമാനം, അതായത് 20/5/2019 വഖഫ് ബോർഡിൻ്റെ ഉത്തരവ് കേരള സർക്കാരിനെ ബന്ധിക്കുന്ന ഒന്നല്ല എന്നായിരുന്നു ഈ പിണറായി വിജയൻ സർക്കാരിന് വേണ്ടിയിട്ട് അന്നത്തെ അഡ്വക്കേറ്റ് ജനറൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ മുമ്പാകെ വാദിച്ചത്. അപ്പോൾ വഖഫ് ബോർഡല്ല ഈ മുനമ്പൻ ജനതയുടെ റവന്യൂ അവകാശങ്ങൾ പിടിച്ചെടുത്തത്. അത് അനധികൃതമായിട്ട് നിയമവിരുദ്ധമായിട്ട് പിടിച്ചെടുത്തത് പിണറായി വിജയൻ സർക്കാരിൻ്റെ റവന്യൂ വകുപ്പ് ആയിരുന്നു. അക്കാര്യം അവർ ഹൈക്കോടതി മുമ്പാകെ സമ്മതിക്കുകയും ചെയ്തു. തങ്ങൾക്ക് തെറ്റുപറ്റി, ആ വഖഫ് ബോർഡിൻ്റെ ഉത്തരവ് സർക്കാരിനെ ബാധിക്കുന്ന ഒന്നായിരുന്നില്ല. എന്നിട്ടും മുനമ്പം ജനതയുടെ റവന്യൂ അവകാശങ്ങൾ ഞങ്ങൾ അനധികൃതമായി പിടിച്ചെടുത്തു എന്ന് പിണറായി വിജയൻ സർക്കാരിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെ വാദിച്ചു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ആ ഭാഗത്തിന് ശേഷം പിണറായി വിജയൻ സർക്കാർ, അതും ഈ ഇലക്ഷൻ വരുന്നതിന് മുമ്പായിട്ട്, മുൻപത്തെ ജനങ്ങളുടെ അവകാശങ്ങൾ തിരികെ നൽകാത്തത്? അങ്ങനെ നൽകാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല. കാരണം അങ്ങനെ നൽകിയാൽ മുസ്ലിം കമ്മ്യൂണിറ്റി LDF ഗവൺമെൻറ്റിന് എതിരാകും, അവരുടെ വോട്ട് കിട്ടാതിരിക്കും എന്നുള്ള ഭയത്തിലാണ് പിണറായി അത്തരത്തിൽ ഒരു തീരുമാനം എടുക്കാതെയിരുന്നത്. അതിനാൽ VD സതീശൻ സർക്കാരിന് 10 മിനിറ്റിന് ഉള്ളിൽ തന്നെ എടുക്കാൻ കഴിയുന്ന ഒരു വലിയ കാര്യമാണ് മുനമ്പത്തെ ജനങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ അതുമാത്രം തിരികെ നൽകുക എന്നുള്ളത്. മുനമ്പം ഒരു വഖഫാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ കോടതികൾ ഭാവിയിൽ തീരുമാനം എടുക്കട്ടെ. ഇതുവരെയും ഒരു കോടതിയും മുനമ്പത്തെ ജനങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ നിഷേധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉത്തരവ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ VD സതീശൻ സർക്കാരിന് ഈ ജനതയുടെ റവന്യൂ അവകാശങ്ങൾ തിരികെ നൽകാം. ഒരു കോടതിയും അതിനെതിരെ ഒരു ചോദ്യവും ചോദിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അതൊരു കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആവുകയും ഇല്ല. അഥവാ അത്തരത്തിൽ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതിൽ പരാതിയുള്ള ആരെങ്കിലും, അതായത് വഖഫ് ബോർഡോ വഖഫ് സംരക്ഷണ വേദിയോ അങ്ങനെയുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവർക്ക് കോടതിയിൽ പോകാം, സർക്കാരിനെതിരെ അവർക്ക് കോടതിയിൽ പോകാം. അപ്പോൾ സർക്കാരിന് പറയാം, ഇത് നടപടിക്രമങ്ങൾ പാലിക്കാതെ ഞങ്ങൾക്ക് ബാധിക്കാത്ത ഒരു ഉത്തരവാണ് വഖഫ് ബോർഡ് പുറപ്പെടുവിച്ചത്, അതുകൊണ്ട് തന്നെ അത് സർക്കാരിനെ ബാധിക്കുന്ന ഒന്നല്ല, ഞങ്ങൾ
അബദ്ധവശാലാണ്, തെറ്റായ ഒരു രീതിയിലാണ് ഞങ്ങൾ ഈ മുനമ്പം ജനതയുടെ റവന്യൂ അവകാശങ്ങൾ പിടിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ ഒരു കോടതിയുടെ ഉത്തരവും നിലവിൽ ഇല്ലാത്തതിനാൽ ഞങ്ങൾ അതവർക്ക് തിരികെ നൽകി എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. എന്നാൽ വേളാങ്കണ്ണി മാതാ പള്ളിയുടെ മുന്നിൽ വെച്ചിട്ട് മുനമ്പം ജനതയ്ക്ക് വി ഡി സതീശൻ നൽകിയ വാക്ക് പാലിക്കാനുള്ള നട്ടെല്ല് അദ്ദേഹത്തിന് കാണുമോ? ഒരിക്കലും കാണില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ഗുഡ് ബുക്സിൽ അല്ല വി ഡി സതീശൻ. ഹൈക്കമാൻഡ് ആക്ച്വലി ഈ കെ സി വേണുഗോപാലിനെയാണ് മുഖ്യമന്ത്രി ആക്കണമെന്ന് കരുതിയത്. അവസാനം ഈ മുസ്ലിം ലീഗിൻ്റെ കടും പിടുത്തത്തെ തുടർന്ന് മാത്രമാണ് വി ഡി സതീശനെ ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് ഒരിക്കലും വി ഡി സതീശന് ഈ വരാൻ പോകുന്ന 5 വർഷക്കാലവും മുസ്ലിം ലീഗിൻ്റെ എന്തെങ്കിലും തീരുമാനത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയും സ്വീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന 5 വർഷം വി ഡി സതീശൻ തൻ്റെ വീടിൻ്റെ അടുത്താണെങ്കിൽ പോലും ഈ മുനമ്പത്തേക്ക് ഒരു സന്ദർശനം നടത്താനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. മുനമ്പം വീണ്ടും ഈ വഖഫിൻ്റെ നീരാളി പിടുത്തത്തിൽ തന്നെ തുടരുകയും ചെയ്തു. എന്തായാലും നമുക്ക് അതൊക്കെ കാത്തിരുന്ന് കാണാം. ഇപ്പോൾ ഒരു കേസ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുന്നിൽ ഉണ്ട്. ആ കേസ് ബി ജെ പിക്ക് വേണ്ടി നടത്തുന്ന ഒരു ചുമതല എനിക്കാണുള്ളത്. ഞാൻ ബി ജെ പിക്കാരൻ അല്ല എങ്കിലും അവർ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആ കേസ് നടത്തുകയാണ്. അതിൽ 99.99% വിജയമാണ് ഞാൻ കാണുന്നത്. മിക്കവാറും അടുത്ത കാലത്ത് തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ മുനമ്പം ജനതയ്ക്ക് അവരുടെ അവകാശങ്ങൾ തിരിച്ചു കിട്ടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.